ഒറ്റപ്പാലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ പി.കെ. ശശിക്ക് അഭിവാദ്യം അർപ്പിച്ച് CPI തൊഴിലാളി സംഘടനാ നേതാവ് AITUC മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഷാൾ അണിയിച്ചത്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, ഈ പി.കെ. ശശിക്ക് പിന്തുണ നൽകുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.കെ. ശശി വരുമ്പോൾ LDF-ലേക്ക് കൂടി വോട്ടുകൾ UDF അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ഒരു തെളിവായി കാണണമോ ഈ CPI നേതാവിന്റെ ഇപ്പോഴത്തെ ഷാൾ അണിയിക്കലിനെ? LDF-ൽ നിന്ന് വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ അവിടെ UDF-ന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചില അടിയൊഴുക്കുകൾ ഒറ്റപ്പാലത്ത് സംഭവിക്കും എന്നുള്ളതാണ് പി.കെ. ശശിയും UDF-ന്റെ നേതാക്കളും എല്ലാം തന്നെ പറയുന്നത്. ഇപ്പോഴെന്തായാലും AITUC-യുടെ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഈ പി.കെ. ശശിക്ക് ഷാൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി സ്വീകരിക്കുന്നത്. നമുക്കറിയാം CPI-യുടെ ഒരു തൊഴിലാളി സംഘടനാ നേതാവ് അവരുടെ എതിർപ്പാളയത്തിലുള്ള അതും ഈ CPM-ൽ നിന്ന് പോയി അവരുടെ ഏറ്റവും വലിയ എതിരാളിയായി കാണുന്ന പി.കെ. ശശിക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ഷാൾ അണിയിക്കുകയും ചെയ്തത്. അദ്ദേഹം ഒറ്റപ്പാലത്ത് നടന്ന ഈ പി.കെ. ശശിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ഈ പ്രകടനത്തിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ഈ CPI നടപടിയെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. CPM-ഉം LDF-ഉം ആണെങ്കിൽ ഒരു കാരണവശാലും ഒറ്റപ്പാലം സീറ്റ് പരാജയപ്പെടുക എന്നുള്ളത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. മുഖ്യമന്ത്രി 28-ാം തീയതി വന്ന് 3 മണിക്ക് ഈ കടമ്പഴിപ്പുറത്ത് ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവിടെയും പി.കെ. ശശിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകും എന്നതിൽ സംശയമില്ല. എന്തായാലും ഒരു ശക്തമായ മത്സരത്തിലേക്ക് ഒറ്റപ്പാലം പോയിട്ടുണ്ട്. ഈ സമയത്താണ് AITUC-യുടെ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് സുരേന്ദ്രൻ തന്നെ ഈ UDF സ്ഥാനാർത്ഥിയായ പി.കെ. ശശിക്ക് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്നത്.